സ്വാമിജി വളരെ വിശദമായി മനോഹരമായി ഈ കാര്യങ്ങൾ സാധാരണക്കാരനും ഏറ്റവും ലളിതമായ രീതിയിൽ മനസ്സിലാക്കത്തക്കോണം പറയുണ്ടായി. എങ്കിൽ കുറെ കൂടി സ്പഷ്ടമാവാൻ വേണ്ടി ഞാനൊരു ചെറിയ ചോദ്യം കൂടി ചോദിക്കുകയാണ്. പൂർവികരായ ആളുകൾ സനാതനധർമ്മം അതിന്റെ നിയമത്തിനനുസരിച്ച് പാലിച്ച് ജീവിച്ചിരുന്നവരും ഇന്നത്തെ ആളുകളും തമ്മിലുള്ള മുഖ്യമായ വ്യത്യാസം എവിടെയാണ് സ്വാമിജി കാണുന്നത്? 100% അവർ തമ്മിലുള്ള സ്നേഹത്തിൽ ഒരു പരസ്പര അതിന് സ്വാമിജി ഉപയോഗിച്ച പരസ്പരം എന്നതിനെ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് മാറ്റി നാമരൂപമാക്കാം. പാരസ്പര്യം കുറഞ്ഞു. പാരസ്പര്യം എന്നുള്ളതിന് മറ്റൊരു വാക്ക് പറയാവുന്ന ഡയലക്റ്റിക്സ്. വ്യാസനാണ് ഇതിന്റെ കർത്താവ് ഡയലക്റ്റിക്സിന്റെ. ആ ഡയലക്റ്റിക്സ് ആണ് പിന്നീട് യൂറോപ്പിൽ പലരും എടുത്ത് കൈകാര്യം ചെയ്തത്. മാർക്സ് ഉൾപ്പെടെ, മാർക്സിന്റെ ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം ഉൾപ്പെടെ പിന്നീട് വന്നിട്ടുള്ളത് വ്യാസന്റെ മഹാഭാരതാന്തർഗതമായ ഡയലക്റ്റിക്സിലാണ്. എവിടെയെല്ലാം ഡയലക്റ്റിക്സ്, ദ ഐ ഓഫ് ദ സോൾ എന്നാണ് പ്ലേറ്റോ ഡയലക്റ്റിക്സിനെ ദ റിപ്പബ്ലിക് എന്ന് പറയുന്ന പുസ്തകത്തിൽ നിർവചിക്കുന്നത്. ആത്മാവിന്റെ ചക്ഷുസ്. ആത്മാവിന്റെ ചക്ഷുസ് എന്ന് വിളിക്കാവുന്ന പാരസ്പര്യം ഏതാണ്ട് പൂർണ്ണമായി നഷ്ടപ്പെട്ടു അന്നും ഇന്നും തമ്മിൽ. അന്നത് പൂർണ്ണമായി നിലനിന്നിരുന്നു. പതുക്കെ കുറഞ്ഞ് ഏതാണ്ട് പൂർണ്ണമായി നഷ്ടപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മളിരിക്കുന്നത്. അമ്മ മകൻ, അച്ഛൻ മകൻ മകൾ, അമ്മയും മകൻ മകൾ, ഭാര്യ ഭർത്താവ്. ഒരു സ്ത്രീയും പുരുഷനുമാണ് ഇന്ന് ഭാര്യയും ഭർത്താവും. അവർ ഭാര്യയും ഭർത്താവുമായിട്ടല്ല ജീവിക്കുന്നത്. സ്ത്രീയുടെ അവകാശങ്ങൾ പുരുഷന്റെ അവകാശം. എപ്പോഴാണോ പാരസ്പര്യം വരുന്നത് ഈ അവകാശങ്ങളെല്ലാം അന്ത്യമാവും രണ്ടുപേരുടെ. അവിടെ ഒരു മർജിങ് ഉണ്ട്. ദാമ്പത്യത്തിന്റെ ഇമ്പം എന്ന് പറയുന്നത് അതാണ്. ഇമ്പം എന്ന പദമാണ് അതിന് ഉപയോഗിക്കുക. ആ ദാമ്പത്യത്തിന്റെ ഇമ്പം ഇന്നില്ല. കാരണം എപ്പോഴും അവളെ ഓർമ്മിപ്പിക്കുന്ന സ്ത്രീ വിമോചനത്തിന്റെ, സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ, സ്ത്രീയെ പീഡിപ്പിക്കുന്നതിന്റെ ചിത്രമാണ്. ലോകത്തിൽ എവിടെ ഒരു സ്ത്രീയെ പീഡിപ്പിക്കുന്നുവെന്ന് അവൾ കാണുമ്പോഴും തന്നെയാണ് പീഡിപ്പിച്ചതെന്ന് തോന്നലും, ആ പീഡിപ്പിച്ചവൻ തന്റെ ഭർത്താവ് തന്നെയാണെന്ന് തോന്നല്, തന്റെ മകനാണെന്ന് തോന്നല്, തന്റെ സഹോദരനാണെന്ന തോന്നല്, തന്റെ അച്ഛനാണെന്ന തോന്നലിന്റെ ഒരു വേദനയിലാണ് ആ പാരസ്പര്യം നിലനിർത്താൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പാരസ്പര്യത്തിന് സംഘർഷമല്ലാതെ സമരസമില്ല. ഇതാണ് അന്നും ഇന്നും തമ്മിലുള്ള പ്രകടമായ വ്യത്യാസം. ഇതെല്ലാ രംഗത്തും, ജീവിതത്തിന്റെ എല്ലാ രംഗത്തും. നിങ്ങളൊരു ജോലിസ്ഥലം എടുക്കുക. ആ ജോലിസ്ഥലത്ത് ഒരു പാരസ്പര്യം കൊണ്ടാണ് ജോലിയിൽ ആളുകൾ ജീവിച്ചത്. ആ പാരസ്പര്യം നഷ്ടപ്പെട്ടിരിക്കുന്നു. ജോലി വേറെയായി മാറിയിരിക്കുന്നു. കാരണം എപ്പോഴും ഒരു ഭീഷണമായ അന്തരീക്ഷം വരാൻ പോകുന്നുവെന്ന് സ്ത്രീയും പുരുഷനും എപ്പോഴും സംശയിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. ഒരു വണ്ടിയിൽ സഞ്ചരിക്കുമ്പോൾ അപ്പുറത്തൊരു സ്ത്രീ ഇരിക്കുന്നു, ഇപ്പുറത്തൊരു പുരുഷൻ ഇരിക്കുന്നു. സ്വാമിജി ഇരിക്കുന്നു എന്നായിരിക്കാം. എപ്പോഴാണ് ഇവൾ നിലവിളിക്കുന്നത്, എപ്പോഴാണ് സ്വാമി തല്ലുകൊള്ളുന്നതെന്ന ഭയത്തിൽ വേണം സ്വാമി ജീവിക്കാൻ. സ്വാമി ഉത്തമനാണെങ്കിൽ. അധമനാണെങ്കിൽ രണ്ടും കൽപ്പിച്ച് അവളെ ഉപദ്രവിച്ചിട്ട് വേണം സ്വാമി ജീവിക്കാൻ. അപ്പോൾ ഉത്തമന് പോലും ഭയമുണ്ടാകുമാറാണ് ഒരു സ്ത്രീയുടെ സാന്നിധ്യം. ഭാര്യയ്ക്ക് പോലും ഭർത്താവ് എന്ന് പറയുന്നത് തന്നെ പീഡിപ്പിച്ചു എന്ന് പറയാം. തനിക്കിഷ്ടമില്ലാത്ത ഒരു സമയത്ത് തന്നോട് രമിക്കാൻ ഭർത്താവ് ശ്രമിച്ചാൽ അത് പീഡനമാണ്, അത് നിയമപരമായി പീഡനമാണ്. അപ്പോൾ പാരസ്പര്യം എന്ന് പറയുന്നത്, പരസ്പര സ്നേഹമെന്ന് പറയുന്നത് ഏതാണ്ട് എല്ലാ ആളുകളും തമ്മിൽ നഷ്ടപ്പെട്ടു. വിശ്വസിക്കാനാവില്ല എപ്പോഴാണ് തിരിയുക. അമ്മ മകനെ കമ്പിവടി കൊണ്ടടിച്ച് ആശുപത്രിയിലാവുന്നു. ചിന്തിക്കാൻ പറ്റും. ആസ്താം താവതീയം പ്രസൂതി സമയേ ദുർവാര ശൂരവ്യഥ നൈരുച്യം തനുശോഷണം മലമയീ ശയ്യാജ സംവത്സരി ഏകസ്യാപിന ഗർഭഭാര ഭരണ ക്ലേശസ്യ യസ്യ ക്ഷമോ
ധാതും നിഷ്കൃതി മുന്നതോപി തനയസ്തസ്യൈ ജനനീനമായെന്ന് മാതൃപഞ്ചകത്തിൽ അമ്മയെക്കുറിച്ച് പാടിയ ശങ്കരൻ എവിടെ നിൽക്കും പാരസ്പര്യത്തിൽ? ഇതിനേക്കാൾ വലിയ പാരസ്പര്യമില്ല. ഒറ്റ കാര്യം, ഗർഭിണിയായിരിക്കെ അമ്മ എന്റെ കുടുംബത്തെ പരിചരിച്ചതിന്റെ ഒറ്റ കാര്യത്തിന്, ബാക്കി ഒന്നിനും എനിക്ക് ചെയ്യാൻ പറ്റില്ല. അതിന് മാത്രം എന്തെങ്കിലും ചെയ്യണമെന്ന് വെച്ചാൽ പോലും ഈ പുത്രൻ നിഷ്കൃതിയാണ്. അവൻ എത്ര തന്നെ ഉന്നതനായിട്ടുണ്ടെങ്കിലും ആണെങ്കിലും നിഷ്കൃതിയാണ്. എനിക്ക് ചെയ്യാവുന്ന ഒന്നേ ഉള്ളൂ, അമ്മയെ അവിടുത്തെ നമസ്കരിക്കുക മാത്രം. ഈ ഒരു പാരസ്പര്യമാണ് മാതൃപാരസ്പര്യം എന്ന് പറയുന്നത്. അതായത് ഗുരുശിഷ്യ പാരസ്പര്യം, മാതൃപുത്ര പാരസ്പര്യം, പിതൃപുത്ര പാരസ്പര്യം. ഇതൊക്കെ വളരെ സനാതനമായി നിലനിന്നിരുന്ന, മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യ ദേവോ ഭവ എന്ന തലത്തിൽ നിലനിന്നിരുന്ന ഒരു സംസ്കൃതി ഏതാണ്ട് നഷ്ടപ്പെട്ട് ഇതെല്ലാം വ്യക്തിയാണ്. ആ നിൽക്കുന്നത് കോമളമാണ്, ജാനകിയാണ്, അത് അമ്മയാണ് എന്നുള്ള ആ ഒരു സംസ്കൃതി നഷ്ടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടല്ലേ ഈ ഓൾഡ് ഏജ് ഹോമെല്ലാം ഉണ്ടാവേണ്ടി വരുന്നത്. തീർച്ചയായിട്ടും അതെ. അപ്പം ആ നഷ്ടമാണ്, സ്നേഹത്തിന്റെ നഷ്ടം, പാരസ്പര്യത്തിന്റെ നഷ്ടം അഥവാ ഡയലക്റ്റിക്സിന്റെ നഷ്ടമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏറ്റവും വലിയ പ്രതിസന്ധിയായി തീർന്നിട്ടുള്ളത്. ആ ചോദ്യത്തിന് ഉത്തരം തീർച്ചയായും വളരെ ക്ലിയറാണ്. ഇനി സമാപിക്കുന്നതോട് ചേർന്ന് ഒരു ചെറിയ ചോദ്യം കൂടി. ആധ്യാത്മികമായ ജീവിതം കൂടാതെ ആധ്യാത്മികമായ മൂല്യമായി എന്തെല്ലാം അങ്ങ് കൂടെ വിശദീകരിക്കുകയുണ്ടായോ, ഇവയ്ക്ക് പ്രാധാന്യം കൽപ്പിക്കാതെ മറ്റൊരു ഗ്രന്ഥത്തെയോ ഒരു ആചാരക്രമത്തെയോ ഒരു വിശ്വാസത്തെയോ തന്നിലേക്ക് എടുക്കാതെ നൈസർഗികമായ രീതിയിൽ ഒരു മനുഷ്യൻ ജീവിക്കുകയാണെങ്കിൽ അവന് ആത്മവികാസം സാധ്യമല്ലേ? അവനിന്റെ വ്യക്തിത്വത്തിന് സർവതോമുഖമായ ഒരു ഉയർച്ച സാധിക്കില്ലേ? അങ്ങനെ അനേകം ആചാര്യന്മാർ ഉണ്ടായിട്ടുണ്ടല്ലോ. നൈസർഗികമായി ഒരാൾ ജീവിക്കുക എന്നുള്ളത് തന്നെയാണ്, അതിന് അവന്റെ വാസനകളുടെ കെട്ടഴിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. വാസനകളുടെ കെട്ട് അഴിഞ്ഞു കഴിയുമ്പോൾ നൈസർഗികമായ ചോദന അവന്റെ സ്വരൂപത്തെ കാണിക്കും. അപ്പൊ സ്വരൂപ അനുസന്ധാനം ഉണ്ടാവും, വ്യഥ ഇല്ലാതാവും. വ്യഥ എന്ന ശബ്ദത്തിന് പാണിനി ധാത്വർത്ഥത്തിൽ പറയുന്നത് വ്യഥ സഞ്ചാലനേ എന്നാണ്. സഞ്ചാലയന്തി വ്യഥയന്തി സഞ്ചാലയന്തി സഞ്ചാലയന്തി വിചാലയന്തി സ്വരൂപാദവസാദയന്തി. എന്റെ സ്വരൂപം മറന്നിട്ട് ഞാൻ ബ്രാഹ്മണനാണ്, ഞാൻ ക്ഷത്രിയനാണ്, ഞാൻ വൈശ്യനാണ്, ഞാൻ ശൂദ്രനാണ്, അപ്പോൾ എനിക്ക് ആ സ്വധർമ്മം അനുഷ്ഠിച്ച് ആ വാസന അസ്തമിച്ച് കഴിഞ്ഞാൽ മാത്രമേ എന്റെ സ്വരൂപം തെളിഞ്ഞു വരികയുള്ളൂ. അതുപോലെ തന്നെയാണ് ഞാൻ എഞ്ചിനീയറാണ്, ഞാൻ ഡോക്ടറാണ്, അതായത് തൊഴിൽപരമായ വാസന കൊണ്ട് ഞാൻ ഇന്നതാണെന്ന് ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നു. എന്റെ ഈ ഐഡന്റിഫിക്കേഷൻസ് ആണ് പോകേണ്ടത്. ഐഡന്റിഫിക്കേഷൻസ് ഉള്ളവർക്ക് മാത്രമാണ് സിദ്ധാന്തങ്ങൾ. ഐഡന്റിഫിക്കേഷൻ ഇല്ലാതൊരാൾ നൈസർഗികമായി ജന്മന ഞാനിതൊന്നുമല്ല, അഹം ദേവോ നജാന്യോസ്മി ബ്രഹ്മൈവാഹം ന ശോകപാക് സച്ചിദാനന്ദരൂപോഹം നിത്യമുക്ത സ്വഭാവവാൻ എന്ന തരത്തിൽ വരികയാണെങ്കിൽ ഞാൻ ബ്രാഹ്മണനല്ല, ക്ഷത്രിയനല്ല. ശങ്കരൻ ഹസ്താമലകനോട് ചോദിക്കുമ്പോൾ ഹസ്താമലകൻ പറഞ്ഞത് അങ്ങനെയാണ്, ഞാനിതൊന്നുമല്ല, ഞാൻ നിജബോധരൂപമാണ്. ആ നിജബോധരൂപമാണ് എന്ന് നൈസർഗികമായി ഒരുവന് തോന്നുന്നുവെങ്കിൽ അവൻ ഇപ്പോൾ തന്നെ ആ അവസ്ഥയിലാണ്. അവ പിന്നെ പ്രത്യേകിച്ച് മറ്റൊന്നും ആവശ്യം വരില്ല. അവനെ സംബന്ധിച്ചിടത്തോളം ശാസ്ത്രങ്ങൾ അപ്രധാനമാണ്. അപ്പൊ അങ്ങ് പറയുന്നത് നൈസർഗികമായി തന്നെ ആത്മാവബോധം ഒരാൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ അവർക്ക് ഈ കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം വരുന്നില്ല. ശാസ്ത്രം പിന്നെ പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല. ആ ആത്മാവബോധം ലഭിക്കാനായിട്ട് ശാസ്ത്രത്തെ ആശ്രയിക്കാതെ സാമാന്യമായ രീതിയിൽ ജീവിച്ചു പോകുന്ന ഒരു വ്യക്തിക്ക് ആത്മാവബോധം അവന്റെ സാമാന്യമായ രീതിയിലൂടെ നേടാൻ പറ്റുമോ എന്നായിരുന്നു ഞാൻ ചോദിക്കാൻ ആഗ്രഹിച്ചത്. തീർച്ചയായും. കാരണം അവൻ അപ്പോൾ തന്നെ ആത്മവികാസത്തിലാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. അവനിൽ നിന്ന് ഏതായാലും മറ്റൊരു മൂല്യശോഷണം ഉണ്ടാവില്ല. അവൻ ശരിക്കും നൈസർഗികമായിട്ടാണെങ്കിൽ. അതാണ് മൂല്യശോഷണം സംഭവിക്കില്ല നൈസർഗികമായി ജീവിക്കുന്ന ഒരു വ്യക്തിക്ക്. വളരെ നന്ദി സ്വാമിജി, വളരെ നന്ദി. ഹരി ഓം. ഹരി ഓം.